നല്ല കുറുകിയ ചാറോടുകൂടിയ നല്ല പെർഫെക്റ്റ് കടലക്കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കൊഴുത്ത ചാറോടുകൂടിയ നല്ല പെർഫെക്റ്റ് കടലക്കറിയാണ്. അതിനുവേണ്ടി 8 മണിക്കൂർ കഴുകി കുതിർത്ത കടല എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികൾ: മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. ഇത്രയുമാണ് എടുത്തു വച്ചിരിക്കുന്നത്. കടലയിലിട്ട് വേവിക്കാൻ 1 സവാള, 2 പച്ചമുളക്, തക്കാളി, താളിക്കാൻ കറിവേപ്പില, ചുവന്നുള്ളി 10 എണ്ണം. ഇത്രയുമാണ് കടലക്കറിക്ക് ആവശ്യം. പിന്നെ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക്. ഈ പൊടികൾ നമുക്ക് വെള്ളത്തിലിട്ട് കലക്കി വെക്കാം. പൊടികളെല്ലാം വെള്ളത്തിലിട്ട് കുഴച്ച് വെക്കാം. ഇനി കടല ഒരു കുക്കറിലിട്ട് കുക്കറിൽ വെള്ളം ഊറ്റിയെടുത്ത് കുക്കറിലിട്ട് കൊടുത്ത് അതിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ 1 സവാള അരിഞ്ഞിടുക. ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. കറിക്ക് ആവശ്യമായ ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇട്ടതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. കുക്കർ വെച്ച് കൊടുക്കുക. ആദ്യത്തെ വിസിൽ നല്ല ഫ്ലെയിം തീ കൂട്ടി വെച്ചും, അത് കഴിഞ്ഞ് 1 വിസിൽ വന്നതിന് ശേഷം തീ കുറച്ചും വെക്കുക. ഉണ്ടാക്കുന്നതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു 10-12 ചുവന്നുള്ളി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞതും, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, ഇത്രയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക.
തീ കുറച്ച് വെച്ച് നല്ലവണ്ണം മൂപ്പിക്കുക. നല്ലവണ്ണം ചുവന്നുള്ളിയുടെ നിറം മാറുന്നത് വരെയും വഴറ്റിക്കൊണ്ടിരിക്കുക. നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കുഴച്ച് വച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം പച്ചമണം പൊടികളുടെ മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കും. എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇവിടെ എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. കടല ഇട്ട് കൊടുക്കും. നല്ലവണ്ണം ഇളക്കി കൊടുക്കും. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഉപ്പിട്ടായിരുന്നു. നിങ്ങൾക്ക് എത്രയാണോ കുറുകിയ കറി വേണ്ടത് അത്രയും കുറുക്കിയെടുക്കുക. നല്ല രുചിയുള്ള കുറുകിയ ചാറോട് കൂടിയുള്ള നല്ല കടലക്കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കുറുക്ക് വേണ്ടത് അതുവരെ ആക്കിയതിന് ശേഷം അടുപ്പ് അണക്കുക. കുറച്ച് നേരം അടച്ചു വെക്കുക. കറി നല്ല വെട്ടി തിളക്കുന്നുണ്ട്. ഇതിലൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് പെരുംജീരകം നല്ലപോലെ ചൂടാക്കി പൊടിച്ചത്. അവസാനം അത് ഇട്ട് കൊടുത്താലേ കറിക്ക് നല്ല സ്വാദുണ്ടാകും. കറി തിളക്കുമ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമുള്ള ഒരു കറിയാണിത്. ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇത് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാനിത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുകയാണ്. ആരെങ്കിലും കടലക്കറി വെക്കാൻ അറിയാത്തവർക്കും ഇത് ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ കാണിക്കുന്നത്. ഒരു 10 മിനിറ്റ് തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക. കുറുകിയ ഗ്രേവിയോട് കൂടിയ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ്. കറി ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കി കറി ഇറക്കി മാറ്റി വെക്കുക. കറി അടുപ്പിൽ നിന്ന് ഇറക്കി മാറ്റിയതിന് ശേഷം മല്ലിയിലയും കറിവേപ്പിലയും വിതറി കൊടുക്കുക. ഈ കടലക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രുചികരമായ കടലക്കറിയാണ്.